അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ആകാനായിട്ട് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ BCom പഠിച്ചു കഴിഞ്ഞു MCom പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ്ണ അവസരം അക്കൗണ്ടൻ്റ് ആകാനായിട്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ജനുവരിക്ക് മുന്നായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എത്രയുണ്ട് വേക്കൻസികൾ, സാലറി എത്രയാണ് എന്നതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്ത ശേഷം ഉടനെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേരള സർക്കാരിൻ്റെ പദവി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ജനറൽ സർവീസ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരള ജനറൽ സർവീസ് വകുപ്പിൽ ഡിവിഷണൽ അക്കൗണ്ട് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മൊത്തം 11 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. കേരള PSCയുടെ 1 ഡേ പ്രൊഫൈൽ വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 31 മുതൽ 2024 ജനുവരി 29 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ് ജനുവരി. അപ്പം 29 ജനുവരിക്ക് മുന്നായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം. അപ്പം കേരള ജനറൽ സർവീസിലാണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. NCA റിക്രൂട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 771 തൊട്ട് 777/2024 വരെയാണ് കാറ്റഗറി നമ്പർ വരുന്നത്. ഡിവിഷണൽ അക്കൗണ്ട് പോസ്റ്റിലേക്ക് 11 തസ്തികകളാണുള്ളത്. ഓൾ ഓവർ കേരളയിൽ നമുക്ക് വർക്ക് ചെയ്യാം. ജോലിയുടെ സ്കെയിൽ, ശമ്പളം, സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 50,200 മുതൽ 1,53,000 രൂപ വരെയാണ്. അപ്പം സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 50,200 രൂപയാണ്. അപ്പം നമുക്ക് ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കാറ്റഗറി നമ്പരും അതിന് ഒഴിവായിട്ടുള്ള വേക്കൻസികൾ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 771/2024 ഒരു വേക്കൻസിയാണ് ST കാർക്ക് പറഞ്ഞിരിക്കുന്നത്. 772/2024 LCAI കാർക്ക് 3 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. 773/2024 OBC 1 വേക്കൻസി. 774/2024 SC 2 വേക്കൻസി. 775/2024 മുസ്ലിം വിഭാഗക്കാർക്ക് 1 വേക്കൻസി. 776/2024 ഏഴവക്കാർക്ക് 2 വേക്കൻസി. പിന്നെ 777/2024 വൈശ്യവർമ്മക്കാർക്ക് 1 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 11 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 39 വയസ്സിനും ഇടയ്ക്കായവർക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി വേണേലും കൊടുക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് 2nd ക്ലാസ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഡിഗ്രി എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. അപ്പോൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ www.keralapsc.government.in വഴി നമ്മൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ 31/12/2013 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യാനായിട്ട്. 1/1/2022 മുതൽ പുതുക്കിയ പ്രൊഫൈലിന് 6 മാസത്തിന് ഉള്ളിലെടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഇല്ല. കേരള PSC വഴി നമുക്ക് പ്രൊഫൈലിലൂടെ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BCom കഴിഞ്ഞവർ, MCom കഴിഞ്ഞവർ, പരീക്ഷ എഴുതി പാസ്സായിട്ട് ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.